ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പുതിയ വേക്കൻസിയാണ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റെ പോസ്റ്റ് വരുന്നതാണ്. ആ പോസ്റ്റ് വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റാണ് GD, ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇത് 2027 ബാച്ചിന് വേണ്ടിയാണ് അവരിപ്പോഴേ ചെയ്യുന്ന ഈ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ടൈമാണ് 8 ജൂലൈ തൊട്ട് 23 ജൂലൈ വരെ. പിന്നെ നമുക്ക് ഇത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുന്ന ഫസ്റ്റാണ് GD, ജനറൽ ഡ്യൂട്ടി, പിന്നെ ടെക്നിക്കൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് GD നോക്കുമ്പോൾ GD വരുന്നത് ഫസ്റ്റ് മെയിലായിരിക്കും. അപ്പം അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഷുഡ് ബി എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡർ. അപ്പം നിങ്ങൾ ഏതിന് സ്ട്രീം മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ GD നിങ്ങൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതിലും നിങ്ങൾക്ക് ഇപ്പം ചില നമ്മുടെ മാക്സിമം ആൾക്കാർ നമ്മൾ 12th സയൻസ് വഴി നമ്മൾ എടുക്കുന്നത് മാക്സിമം. അപ്പം അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലോട്ട്. അപ്പോൾ ഇത് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ BSCയോ അല്ലെങ്കിൽ BA ആർട്സ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ 12th നിങ്ങൾക്ക് സയൻസ് വേണ്ട വരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങളിപ്പം ചില ആൾക്കാർ 10 കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്യും. അപ്പം ആ ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ ബിടെക്ക് ചെയ്യും. അപ്പോൾ ആ ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഓക്കെ, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആസ് സബ്ജക്റ്റ് അപ് ടു ഇൻ്റർമീഡിയറ്റ് ഓർ ക്ലാസ് 12th ഓഫ് 10+2+3 സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഓർ ഇക്വിവലൻറ്റ്. ദ കാൻഡിഡേറ്റ്സ് who have completed graduation after diploma are also eligible provided these should possess a diploma with physics and mathematics in its curriculum. ഓക്കെ, പിന്നെ ചില ആൾക്കാരിപ്പം സെർവിങ് ആയിരിക്കും ആർമി, നേവി, എയർഫോഴ്സ്. അപ്പം അവർക്കൊരു 5 വർഷത്തെ ഒരു വയസ്സ് കുറച്ച് അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്കൊരു 30 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വയസ്സ് വരുന്നത് വെച്ചാൽ 21 to 25 ആണ്. അപ്പം ഇത് വരുന്നതാണ് ടെക്നിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നതാണ് 21 to 25. ഓക്കെ, അപ്പം ഇതും മെയിലിൽ മാത്രമുള്ളതാണ്. അപ്പം ഇത് വരുന്നതാണ് യു ഷുഡ് ബി എ എഞ്ചിനീയറിംഗ് ഹോൾഡർ ലൈക്ക് ഇഫ് യു ഹാവ് ദ ബ്രാഞ്ച് മെക്കാനിക്കൽ ഓർ ഇൻ മറൈൻ. ഇപ്പം നമ്മൾ മാക്സിമം ആൾക്കാരും നമ്മൾ മെക്കാനിക്കൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് ആ ബ്രാഞ്ച് ഇല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കാണിക്കാം, താഴെ കണ്ടില്ലേ. ദോസ് ഹു ഹാവ് ദി ബ്രാഞ്ച് ലൈക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കൺട്രോൾ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പവർ എനർജി ഓർ ഇക്വലൻറ്റ് ഇൻ എനി അബൌ ഡിസിപ്ലിൻ, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിലും സെയിം തന്നെയാണ്. നിങ്ങളുടെ 12th നിങ്ങൾക്കൊരു സയൻസ് വേണ്ട വരും. അതുപോലെ തന്നെ സയൻസ് വെച്ചാൽ നിങ്ങൾക്കൊരു സയൻസിൻ്റെ കൂടെ മാത്തമാറ്റിക്സും വരേണ്ട വരും. ഓക്കെ, പിന്നെ ഡിപ്ലോമ വർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമ ആഫ്റ്റർ ബിടെക്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇതിൻ്റെ പോസ്റ്റ് വേക്കൻസി എങ്ങനെയൊക്കെ നോക്കാം. അപ്പം GDക്കുള്ള വേക്കൻസി 140 ആണ്. പിന്നെ ടെക്കിൻ്റെ വരുന്നതാണ് മൊത്തം ടോട്ടൽ 30 വേക്കൻസി. അങ്ങനെ മൊത്തം 170 വേക്കൻസി ഇതിനുള്ള മൊത്തം ടോട്ടൽ വരാണെങ്കിൽ. പിന്നെ താഴെ നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം അത് തന്നെയാണ്. ഇതിൻ്റെ ട്രെയിനിങ് അവിടെ നടക്കുന്നത് അതൊക്കെയാണ്. പിന്നെ അടുത്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എയർഫോഴ്സിന് AFSB ഉണ്ട്, അതുപോലെ ആർമി, നേവി, പിന്നെ എയർഫോഴ്സിന് പ്രത്യേകം നമുക്കെല്ലാം ഉള്ളത് SSB ആണ്, സർവീസ് സെലക്ഷൻ ബോർഡ്. അപ്പം അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും പ്രത്യേകം ഒരു സെലക്ഷൻ ബോർഡുണ്ട്. അപ്പോൾ അത് PSB ആണ്. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊരു 5 day ഒരു പ്രൊസീജിയർ ആയിരിക്കും. അപ്പം ഫസ്റ്റ് നമുക്ക് എക്സാം എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമെറിക്കൽ എബിലിറ്റി, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ നോളേജ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഒരു നോക്കുവാണെങ്കിൽ ഒരു 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ്. ചെയ്തത് ഇനി 2027 ബാച്ചാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് നിങ്ങളുടെ
ഞാൻ പറഞ്ഞത് PSB. അപ്പം നമുക്കറിയാം ആർമി നേവി എയർഫോഴ്സ് ഓഫീസർ ലൈക്ക് എൻട്രി, സോ യു ഹാവ് ടു ഗോ ത്രൂ ദി SSB പ്രൊസീജിയർ. ബട്ട് ഈവൻ ഇൻ ദി കോസ്റ്റ് ഗാർഡ് ദർ ഇസ് വൺ selection board called PSB. So PSB also have the same similarity like SSB. It has also have GTO, psychology test, and even in interview, personal interview, they used to conduct. In the first day, they used to give an CCBT test and the PPDT test. ഓക്കെ, സോ നമുക്ക് SSBയുടെ വീഡിയോ നമ്മൾ ഒന്ന് വൈപ്പ് ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ടെസ്റ്റ് കാണും എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം ക്വാളിഫൈ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലെറ്റർ വരും, നിങ്ങൾക്കൊരു കോളപ്പ് ലെറ്റർ വരും. ആ ലെറ്റർ നിങ്ങളിപ്പോൾ അവിടെ എവിടെയൊക്കെ നിങ്ങൾ പോകുന്നത്, മൈസൂറിലോ അല്ലെങ്കിൽ നോയിഡ, അങ്ങനെ പലയിടത്താണ് ഇതിൻ്റെ സെലക്ഷൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പം അതിൽ ആര് റെക്കമെൻഡ് ആവുന്നു അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അക്കാഡമി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇത് വരുന്നത് സ്റ്റേജ്. അതിൻ്റെ സ്റ്റേജ് 1 തൊട്ട് 5 വരെ മൊത്തം സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഇതിൻ്റെ മെഡിക്കൽ. പിന്നെ ഞാൻ അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ, കുറച്ചുകൂടെ കൂടുതൽ അറിയണമെങ്കിൽ. സോ എല്ലാവരും ഡേറ്റ് തീരുന്ന മുമ്പ് തന്നെ മാക്സിമം പെട്ടെന്ന് അപ്ലൈ നോക്കണം. എന്ന് വെച്ചാൽ മാക്സിമം പെട്ടെന്ന്, ഇതിന് ഭയങ്കര 1 മന്ത് ബിറ്റ്വീനാണ് ഇതിൻ്റെ ടൈം പീരീഡ് തന്നെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഈ ഫോം നിറയ്ക്കേണ്ടി വരും. ഓക്കെ.